ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഇന്ന് ഭയങ്കര ഒരു മടി പിടിച്ച ദിവസം കേട്ടോ. എന്താ അറിയില്ല, ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ. നമുക്കിന്ന് തീയും മുട്ടാനൊക്കെ ഭയങ്കര മടിയിട്ട് അടുപ്പിൽ. അപ്പം മടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ, ഏതായാലും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഗ്യാസ് മേൽ തന്നെ ആക്കി. തീയും മുട്ടാനൊക്കെ ഉള്ള ഒരു മടി കൊണ്ടൊക്കെ ആട്ടെ ഇന്ന് തീയൊന്ന് അടുപ്പിൽ തീയും മുട്ടണ്ടായ ഗ്യാസ് മേൽ തന്നെ ഉണ്ടാക്കിട്ടോ. അതുപോലെ നമുക്ക് 2 ചേമ്പ് കിട്ടിനിട്ടോ. അപ്പോൾ ചേമ്പൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എങ്ങനെയാണ് കറി വെക്കണത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളെ ചോറൊന്ന് തളിച്ചിന് കേട്ടോ. നമുക്കതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. ഒന്നൊന്ന് ചെറിയൊരു വേവായാൽ പിന്നെ നമുക്ക് അതിൻ്റെ ശേഷം നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ. ഒരു പണി എടുക്കുമ്പോൾ ആ പണീൻ്റെ കൂടെ തന്നെ വേറെ പണികളും എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണികൾ കഴിയും. ഇന്ന് ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു മടിയുള്ളതുകൊണ്ട് പിന്നെ മടിച്ച് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വേഗം അടുക്കളയ്ക്ക് ഇറങ്ങി വേഗം ഭക്ഷണം ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് നമ്മളെ ചോറൊക്കെ ഒന്ന് നല്ലോണം അത്യാവശ്യം ഒരു പാകര വേവായില്ലാണോ ഒരു ഒന്ന് തളിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ച് അതുപോലെ ഒന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടോ. നമ്മളെ റേഷൻ അരിയാണ്, നമ്മളധികം വെന്ത് പോകരുത്, നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കഞ്ഞിയാക്കി കുടിക്കേണ്ടി വരും നമുക്ക്. അപ്പം ഞാൻ ചേമ്പൊക്കെ തൊലിച്ച് റെഡിയാക്കി ഞാൻ ചെറുതാക്കി ഇങ്ങനെ കൊത്തി മുറിക്കട്ടെ കേട്ടോ. ചേമ്പ് അതിലേക്ക് ഒരു കർമൂസി എണ്ണികാമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൻ്റെ ഒരു കൂട്ടാനാക്കി വെക്കണേ. അപ്പം നമ്മളെ കയ്യിൽ അതൊന്നുമില്ല, അപ്പോൾ ചേമ്പ് മാത്രമാണ്. അപ്പോൾ ചേമ്പ് സാധാ രീതിയിൽ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ തേങ്ങ അരച്ച് വെക്കാനൊന്നും മക്കൾക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ സാധാ വെക്കണ പോലെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ചേമ്പ് നല്ലോണം ഒന്ന് കഴുകിട്ടോ. അപ്പോൾ നമ്മളെ കുക്കർമേൽ എന്താ കരിയെന്ന് വിചാരിക്കട്ടോ. അത് കുക്കർമേൽ കരി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗവിന് എന്തോ ചെറിയൊരു കുഴപ്പമുണ്ട്. ഗ്യാസിൻ്റെ സ്റ്റൗവ്മെന്ന് വരുന്നതാണ് കേട്ടോ. അത് സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിരുന്നു. അതൊക്കെ ഇൻഷാല്ലാ നാളെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി അടുപ്പത്ത് വെക്കട്ടെ. കുക്കറിലേക്ക് വെച്ച് ഒന്ന് ഗ്യാസ് അടുപ്പൊന്ന് കത്തിച്ചിട്ട് അതും വേഗം അങ്ങോട്ട് ആക്കി വെക്കട്ടോ. പിന്നെ നമ്മൾ വെക്കുന്നത് ഇതിൽ സാധാ മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും അത് രണ്ടും മാത്രം കേട്ടോ. പിന്നെ അതുപോലെ ചീരാമുളകും ഇടാമെന്ന് വിചാരിച്ച്. അധികം എരിവ് ഉണ്ടാവും ചെയ്യരുത്, ഇവിടെ എരിവ് അധികം പറ്റൂല, മക്കൾക്കൊന്നും എരിവ് അധികം പറ്റില്ല. അങ്ങനെ കുറച്ച് ചീരാമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഇനി വിസിലടിച്ചൊന്ന് 2-3 വിസിലടിച്ചാൽ മതി, നന്നായിട്ട് ഒടിഞ്ഞിട്ട്. അപ്പോൾ അതിന് 2 എടുത്തിട്ട് മോന് തിന്നാനും കൊടുക്കണം. മോനിങ്ങനെ കഴിക്കണതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം നമുക്കത് വേണ സമയമാകുമ്പോഴത്തേനും നമുക്ക് അത് തൂമിക്കാൻ വേണ്ടിയിട്ടുള്ളത് കറിവേപ്പിലയും ചെറിയുള്ളിയും ഒക്കെ കടുകൊക്കെ ഇട്ടിച്ച് ഒന്നിച്ചവിടെ തൂമിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ കറിവേപ്പില അല്ലാഞ്ഞിട്ട് മുറ്റത്തൊരു കറിവേപ്പില തൈ ഉണ്ടായിന്, അതിന്മേന്ന് പോയി 2 കറിവേപ്പില പറിച്ചിട്ടോ. പിന്നെ നമ്മളെ മുറ്റത്തുള്ള ചെടി ഇട്ടോ, അതിങ്ങനെ വരുന്ന സമയത്ത് ആ ചെടി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊന്നുകൂടി എടുത്തിട്ടോ. പിന്നെ അതാ ചെറിയ ഉള്ളി ഞാനൊന്ന് തൊലിച്ച് റെഡിയാക്കട്ടെ. പിന്നെ അതിനകത്രം തോന്നല്ല, 2 ചേമ്പല്ല, അതിന് ചെറിയൊരു കറിയല്ലേ ഉണ്ടാവുള്ളൂ, കറിക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3 ചെറിയ ഉള്ളി എടുത്ത് നമുക്ക് കറിവേപ്പിലയും ഇട്ട് കടുകും പൊട്ടിച്ച് അങ്ങോട്ട് തൂമിക്കാം. അപ്പോൾ തന്നെ നമ്മളെ ചോറ് വെന്തണോ ഇല്ലയോ നോക്കട്ടെ കേട്ടോ. ചോറിനെ കഞ്ഞിയായി പോയാൽ പിന്നെ കഞ്ഞിയാക്കി കുടിക്കേണ്ടി വരും. ഒരു പാക വേവിനാക്കണമല്ലോ, റേഷനരി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും നോക്കിക്കൊണ്ട് നിൽക്കണം, ശ്രദ്ധിക്കണം. ഞാനധികം പിന്നെ റൈസ് കുക്കറിൽ വെക്കൽ തന്നെയാണ് കേട്ടോ. പിന്നെ അടുപ്പിൽ തീയ മൂട്ടണ സമയത്ത് മാത്രമേ ഉള്ളൂ റൈസ് കുക്കറിൽ ഇറക്കൂല. സാധാരണ നല്ല തീരെ നമുക്ക് അടുപ്പ് തീ കൂട്ടിയാൽ എളുപ്പം അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയൊക്കെ റെഡിയാക്കി എറിഞ്ഞ് വെച്ച് പണിയെടുക്കുന്ന സമയത്ത് എല്ലൂടി ഒന്നിച്ച് ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ നമ്മളെ വേഗം എല്ലാ പണികളും വേഗം വൃത്തിയായി ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചോറ് വെന്തോ നോക്കിയപ്പോൾ വെന്തില്ല, ഒന്നുകൂടി ഒന്ന് വേവാണ്ട്. പിന്നെ ഞാൻ അപ്പോൾ ഒന്നും ചെയ്യുമ്പോൾ കേട്ടോ അവിടെ കിടന്നങ്ങനെ ഗ്യാസ്മേ കിടന്നങ്ങനെ വിസിലടിക്കട്ടെ, അതും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ അപ്പോൾ ചോറ് വെന്ത് ചോറൊന്ന് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെ കൊട്ടക്കൈയിൽ വെച്ചിട്ടാണ് ഊറ്റിയെടുക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പം റേഷൻ അരി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊട്ടക്കൈയിൽ വെച്ച് ഊറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് വാർത്താൽ മതി. ഇത് റേഷൻ അരി ഇപ്പോൾ വാർത്താൽ എന്താ പറഞ്ഞോ ചോറ് ഇങ്ങോട്ട് ഒട്ടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ തന്നെ പിന്നെ ഒട്ടലുണ്ടാവില്ലല്ലോ. പിന്നെ അതിന് നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ, എന്നാൽ പിന്നെ വലിയൊരു ഒട്ടലുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോറൊക്കെ ഊറ്റി ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റൽ കഴിഞ്ഞ് നമ്മളെ പിന്നെ ചേമ്പും വെന്തിട്ടോ. നമുക്കപ്പോഴത്തേന് നമുക്കുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വേറെ റെഡിയാക്കിയിട്ട് വെക്കാം കേട്ടോ. ഒരു പണിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റേ പണികളൂടെ എടുക്കുമ്പോൾ നമുക്ക്
നമ്മളെ പണികൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും, ക്ലീനായി നിൽക്കുകയും ചെയ്യും. എനിക്കിങ്ങനെ ഈ നിരന്ന് കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അന്നേരം എല്ലാ പണികളും ഒന്ന് വൃത്തിയായി നിൽക്കണം. അതിപ്പോൾ എല്ലായിടത്തും നടക്കൂല. ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാകുന്ന സമയത്ത് നടക്കൂല. ഞാനെല്ലാം പിന്നെ വേഗം ഇങ്ങനെ വൃത്തിയാക്കിയിടും. പിന്നെ മക്കൾ വന്ന് ഒക്കെ വാട ഇങ്ങോട്ട് നിരത്തിയിട്ട് വെക്കും കേട്ടോ. പിന്നെ ഒക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് ഇനി നമുക്ക് നമ്മളെ കറി ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. നമ്മളെ ചേമ്പൊക്കെ ഒന്ന് വെന്തിടണം കേട്ടോ. അപ്പോൾ അതാ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. പിന്നെ അതിന് 2 കഷ്ണം എടുത്തിട്ട് മോനിങ്ങോട്ട് തിന്നാനും കൊടുക്കണം. മോന് ഭയങ്കര ഇതാ നമ്മളെ ചേമ്പ് കണ്ടോ നല്ലോണം വെന്തെന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഒടിച്ചെടുക്കട്ടെ കേട്ടോ. അത് അപ്പോൾ അതിൽ 2-3 എടുത്തിട്ട് മോന് ഞാൻ തിന്നാൻ കൊടുത്തു കേട്ടോ, കൊടുക്കാതെ തന്നെ. അപ്പോൾ നല്ലോണം ഒടിച്ച് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുക. എന്താ ടേസ്റ്റ്. ചേമ്പും കറിയും മീൻ കറിയും ഉണ്ട് കേട്ടോ. ഒന്ന് മാന്തൾ മീനാണ്, അതും കറി വെച്ചിന്. ചേമ്പും കറിയും അല്ല, അത് രണ്ടും കൂടി ഒന്നിച്ചായിട്ട് കൂട്ടിക്കുഴച്ച് തിന്നാൻ എന്ത് ടേസ്റ്റാണല്ലേ. പിന്നെ ഇവിടെ ഒരാൾക്ക് തീരെ ഇങ്ങനത്തെ കറീനോടൊന്നും തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ മുഴുപ്പുള്ള കറികൾക്കൊക്കെ അവന് ഭയങ്കര എന്തോ ഒരു ഇതുപോലെയാണ് തോന്നൽ. വലിയ മോനത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഓന് സാധാ ഒരു മുളീറ്റി വെള്ളമൊക്കെയാണ് ഓനിഷ്ടം. പിന്നെ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ച് നമുക്കൊന്ന് ഇനി നമ്മളെ ചേമ്പ് കറി ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കടുക് ഇട്ട് അതുപോലെ നമ്മളെ ഉള്ളി കരിവേപ്പില ഇട്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടോ. ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ കമൻ്റൊക്കെ അറിയിക്കുക കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, ബൈ.